രാഹുൽ മാങ്കൂട്ടത്തിലിനെ റിമാൻഡ് ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിലിനെ പൂജപ്പുര ജയിലിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ജയിലിന് മുന്നിലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധമുണ്ട്. നേരത്തെ ജനറൽ ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധം നമ്മൾ കണ്ടതാണ്. പൂജപ്പുര ജയിലിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെ അവിടെ എത്തിച്ചിരിക്കുകയാണ്. പൂജപ്പുര ജയിലിന് മുന്നിലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധമാണ് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഷെഫിനുണ്ട് ആ പൂജപ്പുര ജയിലിന് മുന്നിൽ നിന്ന്. ഷെഫിൻ, എന്താണ് ജയിലിന് മുന്നിലെ സാഹചര്യം? അല്പം മുമ്പാണ്, അതായത് ഏതാണ്ട് മിനിറ്റുകൾക്ക് മാത്രം മുൻപാണ് രാഹുൽ പുര സെൻട്രൽ ജയിലിലേക്ക് എത്തിച്ചത്. വളരെ പെട്ടെന്ന് തന്നെ ജയിലിനകത്തേക്ക് പോലീസ് വാഹനം കൊണ്ടുപോയി. പോലീസിന്റെ ഒരു വലിയ സുരക്ഷാ സംവിധാനം ഇവിടെ ഒരുക്കിയിരുന്നു. പ്രത്യേകിച്ചും വലിയ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ട് അത്തരത്തിൽ ഒരു സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെ ഒരുക്കിയിരുന്നു. ഇപ്പോൾ ഏതായാലും ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ജയിലിന് മുന്നിൽ നിന്ന് പ്രതിഷേധിക്കുന്ന മുദ്രാവാക്യം വിളികളുമായി തുടരുന്ന കാഴ്ചകളാണ് നമുക്ക് ഇവിടെ നിന്നും കാണാൻ കഴിയുന്നത്. DCC പ്രസിഡന്റ് പാലോട് രവി ഉൾപ്പെടെയുള്ള ആളുകൾ, നേതാക്കളൊക്കെ തന്നെ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഈ വരുന്ന വഴിക്കും ഇത്തരത്തിൽ വലിയ തരത്തിലുള്ളൊരു മുദ്രാവാക്യം വിളികളുമായാണ് ഈ പ്രവർത്തകർ ഈ പോലീസ് വാഹനത്തിന് പിന്നാലെ ഈ ജയിലിലേക്ക് എത്തിയത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ വലിയ തരത്തിലുള്ളൊരു പ്രതിഷേധം കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും ഒക്കെ ഭാഗത്ത് നിന്നുണ്ടാകുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കുക. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ ജയിലിനകത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്, ജയിലിനകത്തേക്ക് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ പ്രവർത്തകരും പോലീസുമായി ഈ കാര്യങ്ങളൊക്കെ തന്നെ വിശദമായി സംസാരിച്ചുകൊണ്ട് ഇരിക്കുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വളരെ പെട്ടെന്ന് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ ഈ ജയിലിനകത്തേക്ക് കൊണ്ടുപോയി 22-ാം തീയതി വരെയാണ് ഇനി റിമാൻഡ് ഉള്ളത്. അതോടൊപ്പം തന്നെ ഈ ജാമ്യാപേക്ഷയ്ക്ക് വേണ്ടി വീണ്ടും ഈ മുതിർന്ന നേതാക്കളൊക്കെയായി കൂടിയാലോചന നടത്തിയതിനു ശേഷം വീണ്ടും ജാമ്യാപേക്ഷയ്ക്ക് വേണ്ടി ശ്രമിക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ DCC പ്രസിഡന്റായിട്ടുള്ള പാലോട് രവി നമ്മോട് സംസാരിക്കുന്നു. അദ്ദേഹം, നമുക്കറിയാം, കേരളത്തിൽ ഒരുപാട് സമരങ്ങൾ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നടന്നിട്ടുണ്ട്. ഒരുപാട് പോലീസ് വർധനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പോയിട്ട് വരാം. ഇവരെ ഒന്ന് ഇതാണ് ശക്തമായ പ്രതിഷേധം ഉയർന്നിട്ടുണ്ടെന്ന ആഹ്വാനം തന്നെയാണ്. ഏതായാലും ശക്തമായ പ്രതിഷേധം ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് DCC പ്രസിഡന്റ് അടക്കമുള്ളവർ വ്യക്തമാക്കുന്നത്. വരും ദിവസങ്ങളിൽ അതിന് സമാനമായ രീതിയിൽ വിവിധ സ്ഥലങ്ങളിൽ പ്രതിഷേധമുണ്ടാകും. പ്രത്യേകിച്ചും തിരുവനന്തപുരം തലസ്ഥാനത്ത് ഉൾപ്പെടെ വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധങ്ങൾക്കുള്ള സാധ്യതയാണ് നമുക്ക് കാണുന്നത്. കോൺഗ്രസിന്റെ ഒരു നിലപാടും ആ രീതിയിൽ തന്നെയാണ്. കാരണം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെ ഇത്തരത്തിൽ നാടകീയമായ ഈ രംഗങ്ങൾക്കൊടുവിൽ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ നീങ്ങുന്നു. ഇതിനെപ്പറ്റി വളരെ ഇതൊരു രാഷ്ട്രീയ ആയുധമാക്കി തന്നെ മാറ്റി രാഷ്ട്രീയമായി തന്നെ ഇതിനെ നേരിടാൻ തന്നെയാണ് കോൺഗ്രസും ലക്ഷ്യമിടുന്നത്. ഏതായാലും വലിയ തരത്തിലുള്ളൊരു പ്രതിഷേധം ഇങ്ങോട്ടേക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ ഈ ജയിലിലേക്ക് എത്തിച്ചപ്പോഴും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ കോടതിയിൽ നിന്ന് പുറത്തേക്ക് ഇറക്കിയപ്പോഴും ആശുപത്രിയിലും ഒക്കെ തന്നെ വലിയ തരത്തിലുള്ള പ്രതിഷേധമുണ്ടായിരുന്നു. മാധ്യമങ്ങളെ കാണണമെന്നൊരു ആവശ്യം പോലീസിനോട് രാഹുൽ മാങ്കൂട്ടത്തിൽ ആദ്യഘട്ടത്തിൽ പറഞ്ഞു. പക്ഷേ പോലീസ് അതിന് തയ്യാറായിരുന്നില്ല. എന്നാൽ പ്രവർത്തകരെല്ലാം തന്നെ പോലീസിൻ്റെ വാഹനം തടഞ്ഞു നിർത്തി രാഹുലിന് പറയാനുള്ള കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയാൻ അവസരമുണ്ടാക്കിയ ശേഷം മാത്രമാണ് ഈ പുറത്തേക്ക് കൊണ്ടുവന്നത്. ഇപ്പോൾ അല്പസമയം മുമ്പ് പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ എത്തിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായും ഈ കേസുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഇന്ന് രാവിലെ പുലർച്ചയോടുകൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ അടൂരിലുള്ള വീട്ടിൽ നിന്ന് കന്റോൺമെൻറ്റ് പോലീസ് അറസ്റ്റ് ചെയ്തത്. അതിനുശേഷം AR ക്യാമ്പിലേക്ക് കൊണ്ടുവന്നു. പിന്നീട് വൈദ്യ പരിശോധനയ്ക്ക് വേണ്ടി ആദ്യഘട്ടത്തിൽ ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമെന്നുള്ളതായിരുന്നു അറിയിച്ചിരുന്നത്. എന്നാൽ അത് മാറ്റി ഫോർട്ട് ആശുപത്രിയിലേക്കാണ് ഈ വൈദ്യ പരിശോധനയ്ക്ക് വേണ്ടി കൊണ്ടുവന്നത്. രാഹുലിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളതായിരുന്നു അഭിഭാഷകൻ കോടതിയെ അറിയിച്ചിരുന്നത്. ഇത് ചൂണ്ടിക്കാട്ടിയതിനെ തുടർന്ന് വിശദമായ പരിശോധന നടത്താൻ കോടതി നിർദ്ദേശിച്ചിരിക്കുകയായിരുന്നു. അതുപോലെ വലിയ തരത്തിലുള്ള ഒരു നാടകീയ രംഗങ്ങളായിരുന്നു ഇന്ന് ഒരു ദിവസം ഉടനീളം